ഹബീബ് കിടന്നുറങ്ങുന്ന പരിശുദ്ധ മദീന റൗളയ്ക്കു മാത്രമല്ലല്ലോ പവർ, അവിടെ മുഴുവനും അള്ളാന്റെ അനുഗ്രഹ ഭൂമിയല്ലേ. അവിടെ ചെല്ലാനും കാണാനും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം തിരിച്ചു തരുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉറക്കത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരിക. ഒരുപാട് സ്വലാത്ത് ചൊല്ലുകയും ഒരുപാട് നബിതങ്ങളെ പ്രേമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോ എല്ലാവരെക്കാളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർവരെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടാൽ ആ സ്നേഹം ചിലപ്പോ സ്വപ്നത്തിലൂടെ നബിതങ്ങൾ വന്നുകൊണ്ട് തിരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പലർക്കും അങ്ങനെ വന്നിട്ടുണ്ട്. ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി മദീനയിൽ നിന്ന് സലാം പറഞ്ഞു പോയ ആളാണ്. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂങ്കീനാവുകളും കരിഞ്ഞു പോയി. നബിയില്ല ലോകത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, പോകുവാണ് നബിയേ, അങ്ങില്ലാത്ത മദീനയിൽ, അങ്ങ് നിസ്കരിക്കാൻ വരാത്ത മസ്ജിദുൻ നബവിയിൽ ഇനി ബാങ്ക് വിളിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നബിയേ. കാരണം എന്താ പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബല്ലേ ബിലാലിന് എല്ലാ സ്ഥാനവും കൊടുത്തത്. കറുത്തവനാണെന്ന് പറഞ്ഞ് ബിലാലിനെ ജനങ്ങൾ അവഗണിച്ചപ്പോ ഇർക യാ ബിലാൽ ഹാദിഹിൽ കഅബത്തിൽ ഉലിയാ, ഈ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി ബാങ്ക് വിളിക്കൂ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹുവിനെ കഅബാലയത്തിന്റെ മുകളിലേക്ക് കടത്തിയില്ലേ? അതുപോലത്തെ മനോഹരമായ ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആ ബാങ്കിന്റെ രുചി ഇന്നും മദീനത്തില്ലേ? അവിടെ വിളിക്കുന്ന ബാങ്കിന് ആ സ്വാദില്ലേ? ആ മാധുര്യമില്ലേ? കറുത്തവനായ ബിലാലിനെ പിന്നീട് ജനങ്ങളെല്ലാം വിളിച്ചത് സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ എന്നാണ് ജനങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. കറുത്തുപോയി, അവഗണന മാറിപ്പോയി നബിതങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതിന്റെ പല കാരണങ്ങളിൽ ഒന്ന് എന്തെന്നറിയോ? തന്റെ മുതലാളിയുടെ അടിമയായിരിക്കുമ്പോ ആ ഒട്ടകത്തിന്റെ ജോലികളെല്ലാം ചെയ്ത്, ഒട്ടകത്തിന്റെ അനേകം ഒട്ടകങ്ങളുണ്ട്, അതിനെ വൃത്തിയാക്കുക, അതിന് ഭക്ഷണം തയ്യാറാക്കുക, അടിമപ്പണി ചെയ്ത് കഷ്ടപ്പെടുന്നവരാണ്. ഇന്നും അറേബ്യൻ മണലാരണ്യത്തിൽ അങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒട്ടകത്തിന് മുന്നിൽ പെട്ടുപോയി ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ടവരുണ്ട്. സുഖമില്ലാതെ കിടന്നിട്ട് പോലും കഫീല് വന്ന് ഉപദ്രവിച്ചവരുണ്ട്. എത്രയോ സഹോദരങ്ങളെ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൾഫുകാരെല്ലാവരും സന്തോഷിക്കാണെന്ന് കരുതല്ലേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു രാത്രി പോലും നിനക്ക് വരല്ല മോളെ. അവരയച്ചു തരുന്ന പണം കൊണ്ട് കോലം കെട്ടാനല്ലാതെ അവരെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാനുമുള്ള മനസ്സ് നിനക്ക് വേണേ പെങ്ങളെ. ആലോചിക്കു നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിനെ കടന്നു വരാനുള്ള ഒരു വഴി തെളിച്ചു കൊടുത്തത് എങ്ങനെയെന്നറിയോ? ബിലാലുൽ മുഅദ്ദി റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്ത് അതേ ഒട്ടകത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി, മുതലാളിക്ക് ആവശ്യമുള്ള സഹാരങ്ങളൊക്കെ ചെയ്ത് തളർന്ന് ഭക്ഷണം കഴിക്കാറ് ശരീരം തളർന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനതാ, ശുഭവസ്ത്രധാരിയായ ഒരു മനുഷ്യനതാ ബിലാലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, എത്രയോ ദിവസം കൊണ്ട് നീ ഇങ്ങനെ ഉറക്കമിഴിഞ്ഞ് ജോലി ചെയ്യുകയാണ് ബിലാല്, അതുകൊണ്ട് ഇത്തിരി നേരം നീ ഒന്ന് കിടന്നോ, നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഞാനിത് ചെയ്തു വെക്കാ. ബിലാലിന് വലിയ സന്തോഷമായി, ബിലാലിന് വലിയ സന്തോഷമായി. ആ ബിലാല്
അതുകൊണ്ട് തന്നെ സുഖലോലുപനാരി കിടന്നിറങ്ങുമ്പോ ഈ വന്ന മനുഷ്യനതൊക്കെ തയ്യാറാക്കുന്നു. ഇങ്ങനെ ഒരു ദിവസമല്ല, ഒരുപാട് ദിവസം ഇങ്ങനെ വന്നു. എന്നിട്ടാ വന്ന മനുഷ്യൻ ചോദിക്കുന്നു, ബിലാലേ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്ക് വിശ്വസിച്ചുകൂടെ? മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് നിനക്ക് വിശ്വസിച്ചുകൂടെ? ആ സമയത്ത് ബിലാൽ ചോദിക്കുന്നു, ആരാണീ മുഹമ്മദ്? എനിക്കറിയില്ലല്ലോ, ആരാണീ മുഹമ്മദ്? ആ സമയത്ത് വന്നയാള് തന്റെ നെഞ്ചത്തേക്ക് രണ്ട് കൈയും വെച്ചുകൊണ്ട് പറയുന്നു, അന മുഹമ്മദുൻ യാ ബിലാൽ, ഞാനാണ് മുഹമ്മദ് ബിലാലേ. ബിലാലിൽ മുഅദ്ദീനദാ കണ്ണീരോടെ പറയുന്നു, എന്നെ ഉറക്കി കിടത്തിയിട്ട് ഒട്ടകത്തിന് ഭക്ഷണമൊരുക്കിയ നിങ്ങളാണോ മുഹമ്മദ്? ഈ അടിമയായ ബിലാലിന്റെ കണ്ണീര് കണ്ടവനാണോ മുഹമ്മദ്? ഈ അടിമയായ പാവപ്പെട്ടവന്റെ സങ്കടം അറിഞ്ഞവനാണോ മുഹമ്മദ്? ഈ അടിമയായ എന്റെ മനസ്സിന്റെ വേദന അറിഞ്ഞവനാണോ മുഹമ്മദ്? എന്നാൽ മുഹമ്മദേ, നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മരിക്കാ ഞാൻ ഒരുക്കമാണ് മുഹമ്മദേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇവിടെയാണ് യഥാർത്ഥ പ്രവാചക സ്നേഹത്തിന്റെ മഹത്വം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ,